മിശിഹായിൽ പ്രിയ ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരെ, സമർപ്പിത സഹോദരരെ, കുടുംബജീവിതക്കാരായ സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മുടെ അതിരൂപതയിലെ സൺഡേ സ്കൂൾ വിശ്വാസ പരിശീലന പദ്ധതിയിൽ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ദൈവാരാധന കഴിഞ്ഞാൽ വിശ്വാസ പരിശീലനം നമ്മുടെ മുഖ്യമായ കർത്തവ്യമാണ്. ദൈവത്തിൻ്റെ വചനം വാക്കുകളായും പ്രവൃത്തികളായും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈശോ മിശിഹായാണ് ദൈവവചനത്തിൻ്റെ പൂർണ്ണമായ മാനുഷിക അവതരണം. അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും ദൈവം നമുക്ക് നൽകുന്ന സന്ദേശമായും സ്നേഹത്തിൻ്റെ സാക്ഷ്യമായും നിലകൊള്ളുന്നു. ഈശോയുടെ സന്ദേശവും സ്നേഹസാക്ഷ്യവും സഭയിലൂടെയാണ് ഇന്ന് ആധികാരികമായി നൽകപ്പെടുന്നത്. ഈ ആധികാരികമായ കൈമാറ്റലാണ് വിശ്വാസ പരിശീലനത്തിലൂടെ സംഭവിക്കേണ്ടത്. അതിനാൽ മിശിഹായോടും സഭയോടുമുള്ള പ്രതിബദ്ധതയിൽ വേണം വിശ്വാസ പരിശീലനം നിർവഹിക്കുവാൻ. വിശ്വാസത്തെ വ്യക്തിപരമായ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. തങ്ങൾക്ക് ലഭിച്ചെന്ന് അവകാശപ്പെടുന്ന വെളിപാടുകളെയാണ് അത്തരം വ്യാഖ്യാനങ്ങൾക്ക് അവർ ആധാരമാക്കുന്നത്. അതിന് ഉപോദ്ബലകമായി അവർ കൽപ്പിക്കുന്ന അർത്ഥത്തിൽ തിരുവചനങ്ങളുടെ പിൻബലം തേടാറുമുണ്ട്. തിരുവചനങ്ങൾക്ക് സഭ നൽകുന്ന ആധികാരികമായ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കാത്തവർ വ്യക്തിപരമായി ദൈവവചന വ്യാഖ്യാനങ്ങൾ നൽകുന്നവരുടെ പ്രബോധനങ്ങളിൽ ആകൃഷ്ടരായി സഭാജീവിതത്തിൽ നിന്ന് അകന്നു പോകാറുമുണ്ട്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ശരിയായ വിശ്വാസ പരിശീലനത്തിൻ്റെ ആവശ്യം കൂടുതൽ വ്യക്തമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ഇതേ തീക്ഷ്ണതയാണ് വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തങ്ങൾക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ മേൽ ഉണ്ടാകേണ്ടത്. കുട്ടികളും യുവജനങ്ങളും മിശിഹായുടെ പൂർണ്ണതയിലേക്ക് വളരണം. മാമോദീസായിലൂടെ ഈശോ അവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈശോയ്ക്ക് സ്വന്തമായവർ എന്ന നിലയിൽ ചിന്തിച്ചു വളരാൻ ദൈവവചനത്തിൻ്റെയും കൂദാശകളുടെയും അനുഭവം അവർക്ക് ലഭിക്കണം. ഈശോയ്ക്ക് സ്വന്തമായവർ ദൈവം നമുക്ക് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും. പ്രാർത്ഥനയിൽ ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിക്കുന്നവരായിരിക്കും. ഏതു പ്രതികൂല സാഹചര്യത്തിലും ഈശോയിൽ ആശ്രയിക്കുവാൻ അവർക്ക് സാധിക്കും. ഈ വക മനോഭാവങ്ങളിലേക്കും ജീവിതശൈലിയിലേക്കുമാണ് വിശ്വാസ പരിശീലനത്തിൽ നാം കുട്ടികളെ നയിക്കേണ്ടത്. ദൈവാനുഭവം കുമ്പസാര കൂദാശയിലൂടെ എന്നതാണ് ഈ വർഷം വിശ്വാസ പരിശീലനത്തിന് നമ്മുടെ അതിരൂപതയിൽ നാം നൽകുന്ന സവിശേഷമായ ഊന്നൽ. കുമ്പസാരം എന്നത് അനുരഞ്ജനത്തിൻ്റെ കൂദാശയാണ്. ദൈവത്തോടും സഹോദരങ്ങളോടും രമ്യതയിൽ ജീവിക്കുന്ന ക്രൈസ്തവ ശൈലി കുട്ടികൾക്ക് സ്വന്തമാകണം. കുമ്പസാരം അഥവാ അനുരഞ്ജനത്തിൻ്റെ കൂദാശ കുട്ടികൾ പതിവായി സ്വീകരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുവാൻ വിശ്വാസ പരിശീലകർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്കും അനുരഞ്ജനത്തിൻ്റെ കൂദാശ സഹായകരമാണ്. കുറ്റബോധം മനസ്സിൽ നിലനിർത്തി മാനസികമായ അപകർഷതാബോധങ്ങളിലേക്കും മറ്റ് മാനസികമായ വൈകല്യങ്ങളിലേക്കും പോകുന്നതിന് പകരം ദൈവത്തോട് രമ്യപ്പെട്ട് സന്തോഷത്തിലും സമാധാനത്തിലും കുടുംബത്തിലും വിദ്യാലയങ്ങളിലും അവരുടെ പ്രവർത്തന രംഗങ്ങളിലെല്ലാം വ്യാപരിക്കുവാൻ കുട്ടികളെ സഹായിക്കുന്ന ദൈവികമായ ഒരു പദ്ധതിയാണ് അനുരഞ്ജനത്തിൻ്റെ കൂദാശയുടെ സ്വീകരണം. ഇക്കാര്യത്തിൽ മാതാപിതാക്കന്മാരും മതാധ്യാപകരും ഈ പരിശീലന സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ എടുത്തു പറയുന്നു. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശ്വാസവർഷം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 50ാം വർഷം ആചരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വിശ്വാസവർഷം. സാർവത്രിക സഭ കത്തോലിക്ക സഭയുടെ വിശ്വാസ സംക്ഷേപം പ്രസിദ്ധീകരിച്ചിട്ട് 20 വർഷം തികയുന്ന സന്ദർഭം കൂടിയാണിത്. നമ്മുടെ സഭയിലെ പ്രേക്ഷിത വർഷാചരണത്തിൻ്റെ സമാപനം ഓഗസ്റ്റ് 15-നാണ്. പ്രേക്ഷിത വർഷാചരണത്തോട് ചേർന്ന് വരുന്ന വിശ്വാസ വർഷാചരണം
നമ്മുടെ വിശ്വാസ പരിശീലന പരിശ്രമങ്ങളെ ഊർജിതപ്പെടുത്താൻ ഏവർക്കും സഹായകരമാകുമെന്ന് കരുതുന്നു. അതിരൂപതയിലെ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില പ്രായോഗിക കാര്യങ്ങൾ കൂടി അറിയിക്കുന്നു. വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ രാവിലെ 8:30 ശേഷം മാത്രമേ ആരംഭിക്കാവൂ എന്ന് അതിരൂപത നൽകിയിട്ടുള്ള നിർദ്ദേശം ഏവരും പാലിക്കണം. 8:30 ശേഷം വിശുദ്ധ കുർബാനയോടെ സൺഡേ സ്കൂൾ ആരംഭിക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്ക് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ ആ രീതി ഉപകരിക്കും. 2011 ഡിസംബർ 10 കൂടിയ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ കുട്ടികളുടെ വിശ്വാസ പരിശീലനം സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തു. ഞായറാഴ്ച വിവാഹ ആശീർവാദം 12 മണിക്ക് ശേഷമാണ് നടത്തുന്നത് എങ്കിലും അത് മതബോധനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ എന്ന ആശങ്ക പലരും പ്രകടിപ്പിച്ചു. ഏതായാലും ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് മുമ്പ് വിവാഹാഘോഷം നടത്തരുത് എന്നുള്ള നിർദ്ദേശം എല്ലാവരും കൃത്യമായി പാലിക്കേണ്ടതാണ്. ക്ലാസുകൾ അനാവശ്യമായി മുടക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ട വൈദികർ ശ്രദ്ധിക്കണം. അതിരൂപത മതബോധന കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നതല്ലാതെ ഇടവകയിലെ പ്രധാന തിരുനാൾ ദിവസം മാത്രം സൺഡേ സ്കൂളിന് അവധി നൽകാവുന്നതാണ്. എല്ലാ ഞായറാഴ്ചയും ക്ലാസുകൾക്ക് 1.5 മണിക്കൂറെങ്കിലും നീക്കിവയ്ക്കേണ്ടതാണ്. നമ്മുടെ സൺഡേ സ്കൂൾ പരിശീലന പരിപാടിയിൽ മാതാപിതാക്കളും വിശ്വാസ പരിശീലകരായ അധ്യാപകരും വികാരിയച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഒരേ മനസ്സോടെ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ അതിരൂപതയിൽ 5100 മതാധ്യാപകരാണുള്ളത്. വിശ്വാസത്തിൽ നിറഞ്ഞവരും സഭയെ ആഴമായി സ്നേഹിക്കുന്നവരും മൂല്യബോധമുള്ളവരും മദ്യപാനം തുടങ്ങിയ സാമൂഹിക തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുമായിരിക്കണം മതാധ്യാപകർ. ഈ രംഗത്ത് പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ. പരിശുദ്ധാത്മാവ് നൽകുന്ന പുത്തൻ ചൈതന്യത്തിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുവാനും വിജയിപ്പിക്കുവാനും കാരുണ്യവാനായ കർത്താവ് എല്ലാ വിശ്വാസ പരിശീലന പ്രേക്ഷിതരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.